നമ്മുടെ ഐസക് ജോർജിൻ്റെ ഹോട്ടൽ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. ഒരു സെക്യൂരിറ്റിയിൽ നിന്ന് പുറമേ നിന്ന് വെയിൽ കൊള്ളരുത് എന്ന ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്കിങ്ങനൊരു പ്രതിമ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഹോട്ടലിന് മുന്നിൽ ഈ ഐസക് ഈ പ്രതിമയെ സ്ഥാപിച്ചത്. ഒപ്പം ഇതാണ് നമ്മുടെ ഐസക് ജോർജിൻ്റെ ബ്ലൂം ഗാർഡൻ കഫേ എന്ന് പറയുന്ന ഹോട്ടൽ. ഈ ഹോട്ടലിനുള്ളിൽ അതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഒരു ലൈബ്രറി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതിൻ്റെ ഉള്ളിലേക്കാണ് അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം ഉള്ളത്. നമുക്കതുകൂടി കാണാം. മൊത്തവും ചെടികളാൽ, അത് ആമ്പൽപ്പൂവുകളും അങ്ങനെ എന്ന് വേണ്ട വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ ശേഖരമുണ്ട്. ആ മുറ്റത്ത് ഇതിൻ്റെ ആ ഗേറ്റിൽ തന്നെ ആ ചെമ്പരത്തിപ്പൂവ് പൂത്തു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. ഒപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ മത്സ്യങ്ങൾ, അതൊരു അക്വേറിയമാണ്. വിൽപ്പനയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു അക്വേറിയമായി പ്രവർത്തിക്കുന്നു. ഈ ഒരു അക്വേറിയത്തിൽ ഒരുപാട് മത്സ്യങ്ങൾ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഓരോ ജീവജാലങ്ങൾക്കും അദ്ദേഹം കൊടുക്കുന്ന ഒരു വാല്യൂ, അതാണ് ഐസക് എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. സ്വാദിഷ്ടമായിട്ടുള്ള നല്ല രുചിയുള്ള ഒരു ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മുറിയുണ്ട്. ഈ മുറിക്കകത്താണ് അതിലും രസകരമായ കാര്യം. ഇവിടെ ഗീതാഞ്ജലി, ആ മഹാമനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ആ വരികൾ കോർത്ത് തന്നെ വരച്ചിട്ടുണ്ട്. ഒപ്പം ചാപ്ലിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജീവിതത്തിലെ മോശം ദിവസം നമ്മൾ ചിരിക്കാത്ത ദിവസമാണ് എന്ന് പറയുന്നത്. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമായിരുന്നു നമ്മുടെ ഐസക് ജോർജിൻ്റേത്. അതായത് ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു. അതുപോലെ ആ വരികൾ നഷ്ടപ്പെടാം, പക്ഷെ പ്രണയിക്കാതിരിക്കരുത് എന്ന മാധവിക്കുട്ടിയുടെ വാക്കുകൾ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, അത് ബഷീറിൻ്റെ വരികൾ. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നു. ഇങ്ങനെ തുടങ്ങി നിന്നിലേക്ക് ബുദ്ധൻ്റെ വരികൾ ഉൾപ്പെടെ അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ പുസ്തകം അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ, അതൊരു അദ്ദേഹത്തിൻ്റെ കൊച്ചു ലൈബ്രറിയാണ്. ഇവിടെ വരുന്നവർക്ക് അല്പനേരം ഇവിടെ വിശ്രമിക്കാനും പുസ്തകം വായിക്കാനും ഈ സന്ദേശങ്ങൾ കാണാനാണ് അത് അങ്ങനെ ഒരു ഒരുക്കമെന്ന് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊരു ഗാർഡൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കണ്ടാൽ നമുക്ക് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു ഫീൽ നമുക്കുണ്ടാക്കും. ആ പ്രകൃതി, നേച്ചറിനോട് ചേർന്ന് മനുഷ്യൻ ജീവിച്ചിരുന്നത് ഈ പ്രകൃതിയോട് ചേർന്നാണ്. പക്ഷേ നാഗരികത വന്നതോടുകൂടി, നമ്മുടെ ആ മോഡേൺ ലൈഫ് വന്നതോടുകൂടി പലപ്പോഴും നമുക്ക് പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ പച്ചപ്പിനെ വീണ്ടെടുക്കാൻ കൂടിയുള്ള ഒരു ശ്രമം, ഒരു കരുതലാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു തണുപ്പും. നമുക്ക് ഫാൻ്റെ ഒന്നും ആവശ്യമില്ല. ഓപ്പൺ എയർ എന്ന് പറഞ്ഞാൽ മുകളിൽ കൂരയുണ്ട്. അതല്ലാതെ ഇതിനകത്തിരുന്ന് ആ വായു സഞ്ചാരം കൃത്യമായി കിട്ടുന്ന വിധമാണ് അദ്ദേഹം ഇതിനകത്ത് ചെടികളുടെയൊക്കെ ചുറ്റിനും വരുന്ന വലിയ ഒരു നമ്മുടെ ഡെക്കറേഷൻ നടത്തുന്ന പോലുള്ള ഇതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. രാത്രി ഒരുപക്ഷെ കുറച്ചുകൂടി വളരെ നന്നായ ഒരു ഫീൽ, ഒരു ആംബിയൻസ് ഇതിനുള്ളിൽ കിട്ടും. അപ്പോൾ അതെല്ലാം കരുതി അങ്ങനെ ഓരോ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകൾ, തൻ്റെ സ്ഥാപനം ഇങ്ങനെ ആയിരിക്കണം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയാൽ ജീവിക്കുക, സത്യം മാത്രം പറയുക, അല്ലെങ്കിൽ ആ ഒരു നാച്ചുറലായി ഒന്നും അഭിനയിക്കാതെ എന്താണോ കൺമുമ്പിൽ കാണുന്നത് അതിനെ അങ്ങനെ സ്വീകരിക്കുക. ഇതുപോലെയുള്ള സന്ദേശങ്ങളായിരുന്നു അദ്ദേഹം സുഹൃത്തുക്കൾക്കെല്ലാം കൈമാറിയിരുന്നത്. ഒരുപക്ഷെ ഇവിടെയെല്ലാം ഇരുന്ന് അദ്ദേഹം പലപ്പോഴും സുഹൃത്തുക്കളുമായും വരുന്ന കസ്റ്റമറുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടാകണം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.